not seen many people doing it. So we thought, this is something really useful to our society. അതിനെ ഒരു അർത്ഥവത്തായ ഒരു സംഘടനയാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവാസി ചാനൽ ഈ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാമത്തിൻ്റെ ഭാരവാഹികളാണ്. നാമം നമുക്കറിയാം 1.5 പതിറ്റാണ്ടായി അമേരിക്കൻ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് സ്വാർത്ഥ താല്പര്യങ്ങളോ പബ്ലിസിറ്റി ക്രേസോ ഒന്നുമില്ലാതെ നിശബ്ദമായ സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അർഹിക്കുന്ന ആളുകളെ അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനം. അത് വലിയ ഒരു ബഹളവും ഒച്ചപ്പാടും ഒന്നും നമ്മൾ കാണാറില്ല. എങ്കിലും അവർ നിശബ്ദമായി അവരുടെ സേവന പ്രവർത്തനങ്ങളും അവരുടെ ഈ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. അത് നമ്മുടെ സമൂഹത്തിന് വളരെ ഗുണകരമാകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സമൂഹത്തെ സേവിക്കാൻ ഇങ്ങനെയും ആകാം എന്ന് കാണിക്കുന്ന സംഘടനയാണിത്. അതിൻ്റെ സ്ഥാപകനുണ്ട്, പിന്നെ മിസ്റ്റർ മാധവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് ഈ സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്. അത് വലിയ 2010 അപ്പോൾ അത് 16 വർഷമായി. അത് 16 വർഷമായിട്ടും യാതൊരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ, ആർക്കും ഒരു അലോസരമില്ലാതെ അവരവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. അവരവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് നമുക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒരു സംഘടനയായിട്ട്, ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കെല്ലാം സന്തോഷകരമായൊരു കാര്യമാണ്, അഭിമാനകരമായൊരു കാര്യമാണ്. ഈ വേദിയിലേക്ക് നാമത്തിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ 16ാം വർഷം പ്രമാണിച്ച് നാമം ഈ ഏതാനും പേരെ അമേരിക്കൻ ജീവിതത്തിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച കുറേ പേര് ആദരിക്കുന്നുണ്ട്. നാമത്തിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് ഈ അർഹിക്കുന്ന ആളുകളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ മലയാളിയുടെ ഒരു സ്വഭാവം, ഒരാൾ വേറൊരാളെ അംഗീകരിക്കില്ല. അതാണല്ലോ മലയാളിയുടെ മുഖമുദ്രയെന്ന് നമ്മൾ പറയാറുള്ളത്. ഇതങ്ങനെയല്ല. അർഹിക്കുന്ന ആളുകളെ, അത് അർഹിക്കുന്നവരെ മാത്രം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വഴിയെ പോകുന്ന വെറുതെ ആളുകൾ ഒരു പുറംചൊറിയൽ എന്ന രീതിയിൽ ആദരിക്കുകയല്ല, അർഹിക്കുന്ന ആളുകൾ, എന്തെങ്കിലും സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആണ് ഇനി ഇപ്രാവശ്യവും കുറേ പേര് സെലക്ട് ചെയ്ത് അവർക്ക് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് പരിപാടി നടക്കുന്നത്. അതിൽ ആദരിക്കുന്നു. അപ്പോൾ ആ എക്സലൻസ് അവാർഡ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അതിൻ്റെ ഒരു തുടക്കം, അതിനെപ്പറ്റി സംസാരിക്കുന്നതിനാണ് നമ്മൾ ഈ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാമം എന്നാൽ നോർത്ത് അമേരിക്കൻ മലയാളീസ് ആൻഡ് അസോസിയേറ്റഡ് മെമ്പേഴ്സ്. അതൊരു പുതിയ പേരാണ്. നാമം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നാമം, ഒരാളുടെ പേര്, അതിനെ ഒരു അർത്ഥവത്തായ ഒരു സംഘടനയാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ മലയാളി സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഘടന. അപ്പൊ ആ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുണ്ട്. അവര് പൊതുവിൽ ഈ ഒച്ചപ്പാടുകളിലും ഈ പബ്ലിസിറ്റിക്കും ഒന്നും നമ്മൾ അവരെ അത്രയധികം ഒന്നും കാണാറില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് അവര്. ചുരുക്കമായിട്ട് ഈ ഒരു അഭിമുഖത്തിന് ഈ മലയാളിക്കും പ്രവാസി ചാനലിന് വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മോടൊപ്പം ഉള്ളത് ഈ നാമത്തിന്റെ പ്രസിഡന്റ് പ്രദീപ് മേനോൻ, നാമത്തിന്റെ സ്ഥാപകൻ മിസ്റ്റർ മാധവൻ നായർ, നാമത്തിന്റെ സെക്രട്ടറി ബിന്ദു സത്യൻ, നാമത്തിന്റെ ലൈഫ് മെമ്പർ ദേവസി പാലാട്ടിയാണ്. നമ്മൾ കൂടുതൽ കലാരംഗങ്ങളിലെല്ലാം നമുക്ക് സുപരിചിതനായ വ്യക്തിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ശ്രീ പ്രദീപ് മേനോനോട് ഈ നാമത്തിന്റെ ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് 2-ന് നടത്താൻ പോകുന്ന ഈ പരിപാടി എക്സലൻസ് അവാർഡ്, അതിനെപ്പറ്റി ഒരു ഏകദേശം ഒരു വിവരണം തരാമോ? എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എവിടെയാണ് പരിപാടി നടത്തുന്നത്? ആർക്കൊക്കെയാണ് അവാർഡ് കൊടുക്കാൻ അത് തീരുമാനമായോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു. ആദ്യം തന്നെ let me express my thanks and gratitude to Pravasi Channel for having all of us and giving us an opportunity to talk to you. Namam has been, in this community since 16 years. Last year we have celebrated Namathinte 15th year. We have celebrated with pomp and posh. Namam
എല്ലാ രീതിയിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ എല്ലാ രീതിയിലും എന്ന് പറയുമ്പം from different walks of life, we promote them, we encourage them, we uplift people, who are in need. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. എല്ലാ വർഷവും every 2 years we do Excellence Award. That is one of the flagship projects of NAMM, where we select people from different walks of life, as I mentioned earlier, from the science field, from the healthcare field, from teachers, schools, students, young people. So you name it, we have it, and we recognize them. And this is one of the unique programs of NAMM, which we have not seen many people doing it. So we thought, this is something really useful to our society. But that is what it is in a nutshell. So that program is going to happen on 2nd of August in Royal Albert Palace. So we want to do it as best as we can. So we have a process in place. വളരെ മെത്തോഡിക്കലായിട്ട് ചെയ്യാൻ നല്ല രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പം അതിന് we have a committee, we have a judging panel. So we are coming out with a coffee table book. In that coffee table book, we are looking for prominent people who have made a mark in this society in one way or the other. Appam avareല്ലാം ചേർത്ത് we are coming out with a publication. It's called a coffee table book, and subsequently we'll have this award ceremony on 2nd of August in Royal Albert Palace, as I've told you, at 5 p.m. That will also be filled with a lot of fun programs. We'll have variety entertainment programs side by side. We recognize all these people. അപ്പം അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് കൊണ്ട് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് we want support from everyone, and we hope that will come out in flying colors. So we seek support from our community and request all of you to support us. Thank you. ഇതിലെ ഈ അവാർഡ് കൊടുക്കുന്ന അവാർഡുകൾ ആരാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ് അതിന്റെ ഒരു മെത്തേഡ്? അവരെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അവാർഡുകളെ നമ്മളിപ്പം നമ്മുടെ സോഷ്യൽ ഫീൽഡിൽ, കമ്മ്യൂണിറ്റി ഫീൽഡിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അതൊരു കമ്മിറ്റിക്ക് മുന്നേ കൊടുത്ത് ആ കമ്മിറ്റി അതിൻ്റെ വേരിയസ് പ്രോസസ്സ് കൂടെ there is a question and answer session, and they have to provide all their profile information, background information, achievements that they have made. അപ്പം അതെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം we have a group, a judging panel. They will review it, which is any unbiased methodology which they will review it, and then that is completely independent of NAMM office bearers. None of us are involved in it. I mean, at least the people who are holding the main positions will not take part in the decision making process. അപ്പം ആ രീതിയിലാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാ പിന്നെ മാധവനായരോട് തന്നെ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. ഈ നാമത്തിന്റെ ഒരു തുടക്കം എന്തായിരുന്നു? അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഇങ്ങനെ ഒരു സംഘടന വേണമെന്ന് തോന്നാനുള്ള കാര്യം എന്താ? കാരണം കമ്മ്യൂണിറ്റിയിലുള്ള ചില ലീഡേഴ്സ് വന്ന് ഒരു കൂട്ടായ്മ കൂടണം എന്ന് എൻ്റെ അടുത്ത് പറയുകയും എൻ്റെ അടുത്ത് ലീഡ് എടുത്ത് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രയോജനം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ അതിൻ്റെ സ്കോപ്പും 5 year 10 year ഗ്രോത്ത് പാറ്റേണും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അത് ഇപ്പോൾ 16ാമത്തെ വയസ്സിലൊരു യങ് 16-year-old ബോയ് ആയിട്ട് ഇപ്പം നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഈ 16ാമത്തെ വർഷം തൊട്ട് ഒരു സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ ബൈനിയൽ നാമം എക്സലൻസ് അവാർഡ് അതിൻ്റെ പുതിയ സെക്കൻഡ് സ്റ്റേജിൻ്റെ തുടക്കം കുറിക്കും. ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ the membership expansion, the way in which every programs are performed, and digitalize of all the activities, and online processing for all the activities. Okay. ഈ നാമം പിന്നെ മെയിൻലി ഈ മേഖലയിൽ മാത്രമാണ്, ട്രൈ സ്റ്റേറ്റ് മേഖലയിൽ മാത്രമാണ്, അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇതിൽ മെമ്പേഴ്സ് ആണോ?
മെമ്പേഴ്സ് ആണെന്ന് ചോദിച്ചാൽ ആണ്. ഇവിടുന്ന് പോയവരും ഇവിടെയുള്ള റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്. മെജോറിറ്റി 80% ആളുകളും ഈ ട്രൈ സ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഈ മേഖലയ്ക്ക് പുറത്തുള്ളവർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ വേണമെങ്കിൽ അവർക്കും എക്സാക്ട്ലി അതെ. We have a process in the sense മെമ്പർഷിപ്പ് ആദ്യം ബൈനിയൽ മെമ്പർഷിപ്പ് കൊടുക്കും. അതിൽ നിന്ന് അതിലുള്ള വോളണ്ടിയർഷിപ്പും പാർട്ടിസിപ്പേഷനും അനുസരിച്ച് ലൈഫ് മെമ്പർഷിപ്പ് കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. ആൻഡ് ദി ലൈഫ് മെമ്പർ ഓൺലി വിൽ ബിക്കം the president and secretary and other ഭാരവാഹികൾ. ഇപ്പൊ എത്ര ലൈഫ് മെമ്പേഴ്സ് ഉണ്ട്? ഇപ്പൊ ഓൾമോസ്റ്റ് മോർ ദാൻ 100 ലൈഫ് മെമ്പേഴ്സ്. അതെന്താ ലൈഫ് മെമ്പേഴ്സിന് എങ്ങനെ പൈസ കൊടുത്ത പൈസ? സ്മോൾ നെഗ്ലിജിബിൾ amount, which is nothing very abnormal. What we look at the participation. സെക്രട്ടറി ബിന്ദു സത്യൻ ഈ സംഘടനയിൽ വന്നിട്ട് എത്ര കാലമായി? ഞാൻ 2022 നാമത്തിൽ വന്നത്. നാമത്തിനെ പറ്റി അറിഞ്ഞതും നാമത്തിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പ്രോഗ്രാമിലൊക്കെ ഇടപെടുകയും ചെയ്തത്. ആൻഡ് ഇപ്പം അറൗണ്ട് 3-4 വർഷമായി ഞാൻ നാമത്തിലുണ്ട്. ഈ നമ്മുടെ അവാർഡ് പരിപാടി തുടങ്ങിയത് എത്ര വർഷമായി? അവാർഡ് പരിപാടി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഓൾമോസ്റ്റ് 15 years ആയി. ഇത് ഇപ്പൊ ഉള്ളത് 9th എക്സലൻസ് അവാർഡാണ് ഇപ്പം ആഗസ്റ്റ് 2 നടക്കാൻ പോകുന്നത്. ഒരു വർഷം എത്ര പേർക്ക് അവാർഡ് കൊടുക്കും? 8 പേർക്ക്. 8 വിഷയങ്ങളില്, 8 സംരംഭങ്ങളില്. ഈ ദേവസി പാലാട്ടി സംഘടനയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടന രൂപം കൊടുത്തപ്പോൾ തുടങ്ങി ഞാൻ അവരോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് മാധവൻ നായർ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് എല്ലാ പരിപാടികളിലും നാമത്തിൻ്റെ പരിപാടിയിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷേ മെമ്പർഷിപ്പ് എടുത്തത് 4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ നാമത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് അവരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് അംഗീകാരം കൊടുക്കുകയും അവാർഡ് കൊടുക്കുകയും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ് അതിനകത്ത് ചേരാൻ ഞാൻ തീരുമാനിച്ചത്. പിന്നെ നാമത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രക്ഷാധികാരി മാധവൻ നായരാണ്. അദ്ദേഹത്തിന് ഈ സമയത്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ പിന്നെ നാമം എന്തിനെയാണ് വാസ്തവത്തിൽ ഫോക്കസ് ചെയ്യുന്നത്? കലാരംഗത്തെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തെ നമ്മുടെ ഒരു ലക്ഷ്യം പോലെ നമുക്ക് പറയാവുന്നത് is an all-round heritage, preservation of your values, education, the non-political involvement in the community outreach programs. Holistically for the children, to the youngsters and the seniors, incorporating Malayalis and extended community of Malayalis. അതിൻ്റെ റീസണിലാണ് നാമം മലയാളീസ് ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളികൾ അല്ലാത്തവർക്ക് ഇതിലംഗത്വം എടുക്കാം. അതിൽ ഇതൊരു ഫ്യൂഷൻ സ്റ്റേറ്റ് ആണ്. മലയാളീസ് തന്നെ നോൺ മലയാളീസിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, വൈസ് വേഴ്സ, മെയിൽ ആൻഡ് ഫീമെയിൽ. അത് തന്നെ ഒരു റീസണാണ് ഇതൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നതിനുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ട്. We have several members, ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സെക്രട്ടറി തന്നെ is a living example for that matter. Husband is a non-Malayali. അങ്ങനെ we have several members in the group. One Chinese also we have. Very good. നമ്മളിവിടെ ജീവിക്കുമ്പോൾ പിന്നെ ഈ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പിന്നെ നമ്മുടെ അതിർവരമ്പുകൾ മാത്രം നോക്കിയിട്ട് വലിയ കാര്യമില്ല. അതാണ് ഇറ്റ്സ് എ മെൽറ്റിംഗ് പോട്ട്. തീർച്ചയായിട്ടും. പ്രദീപ് മേനോന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ? എങ്ങനെ അമേരിക്കയിൽ വന്നിട്ട് എത്ര കാലമായി? ഞാനിപ്പോൾ അമേരിക്കയിൽ എത്തിയിട്ട് ഓൾമോസ്റ്റ് 20 years ആകുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഞാൻ ഷിപ്പിംഗ് ഫീൽഡിലാണ്. സോ ഐ ആം ഇൻ ടു ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്. വി മൂവ് ഗുഡ്സ് അക്രോസ് ഗ്ലോബ്. അപ്പം ഇമ്പോർട്ട് എക്സ്പോർട്ട്, കാർഗോ ട്രാൻസ്പോർട്ടേഷൻ ബൈ ഷിപ്പ്, ബൈ എയർ, ദാറ്റ് ഈസ് വാട്ട് ഐ എം ഇൻവോൾവ്ഡ് ഇൻ. പിന്നെ നാമത്തിനായിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഐ ഹവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് നാമം ഫോർ അബൌട്ട് നൗ 7-8 years.
But one of my relatives introduced me to Mr. Madhavan Nair. അങ്ങനെയാണ്, we happened to sit together on an evening for dinner. So that's how I got to hear about Namam and Namam's activities. Since then, I was involved in Namam initiatives. പിന്നെ എൻ്റെ മുമ്പുള്ള പ്രസിഡന്റ് ആശ മേനോൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് I was vice president. So we all been working together. It is a opportunity for us to know people, learn many things. അപ്പം അങ്ങനെ പല രീതികളിൽ നമുക്ക് it is offering you a platform to interact with people, know people, learn from them. അപ്പം that's how my association with Namam. So in fact, my wife came into US more than before I came. So she was with IBM. അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ മദവനായരുടെ ഒരു വിഷൻ എന്താ, ഈ ഫ്യൂച്ചർ വിഷൻ എന്താ? നമുക്കൊരു 10 വർഷം കഴിഞ്ഞ് നാമത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? 10 വർഷം കഴിഞ്ഞാൽ നാമത്തില് ഒരു ഗാലക്സി ഓഫ് പാറ്റേൺസ്, അറ്റ്ലീസ്റ്റ് full-fledged lab members, at least 250 people, and more than 2,000 ordinary members. With this, it will have more dynamic activities and will have its own establishment, like having its own building and a community center for the community people to come in and facilitate for all their needs. Yeah, that is very important. Side by side, we can also, you can also say that this is he has. This is. I mean, we should appreciate his generosity, because he has said this space can be made use of for Namam initiatives. Okay. So he's going to announce this as a Namam center at some point in time. I think he's planning to do a kickoff meeting here. People can come. So, children can come and do some initiatives. If they want to do some education related programs, youth initiatives. So if there is any necessity, if there is an issue of not having a place, we were talking about people can come and make use of this place. Particularly for the young generation. So they can come together, study together, do their projects. So on and so forth. It's the beginning of that thought which we are talking about, our own building. So this building is now is going to be the center for all the activities, regularly meeting and weekly activities for the children and the women, and plus elderly people to come and for recreations and other things. And this is an action center for Namam. ഒരു ബിൽഡിങ്ങിന്റെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. എഡിസൺ പോലെ ഈ മേഖലയില് ഒരുപാട് മലയാളികളും ഇന്ത്യക്കാരും ഉള്ള സ്ഥലത്ത് ഇപ്പൊ കേരള സെന്റർ പോലെ ഒരു സെന്റർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നാമം അതിന് ഒരു മുൻകൈ എടുക്കുന്നുവെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ സീനിയേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വീക്കെൻഡ് ആയാലും അവർക്ക് എങ്ങോട്ടും പോകാനൊരു സ്ഥലമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സെന്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീക്കെൻഡിൽ ചെല്ലുക, സംസാരിക്കുക, കൂട്ടായ പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു നമ്മുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മറ്റു സംഘടനകളെ പോലെ ഒരു രാഷ്ട്രീയത്തിന്റെ കുത്തിത്തിരിപ്പിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത് വളരെ ഒരു സ്ട്രീം ഒരു ഐക്യമുള്ള ഒരു സംഘടനയാണ്, ഒരു സ്ട്രീം ലൈൻ. അപ്പൊ അതുകൊണ്ട് ഈ സംഘടന അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് വലിയൊരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെ. It's good that you pointed out. I was actually focusing on youth. In fact, he was saying, it is also not only for youth, for every sector of the community, particularly for the old people. But a couple of days ago, we went and met someone in Pennsylvania. He is 80 plus years. So, and then when we talk about this facility, he was thinking, okay, people like, who are interested in writing, they can maybe once in 3 months get together, discuss about books. And so there is a place for people to come together, sit together and talk. This is more like a Jewish center where multivarious activities the communities can be accommodated. Simultaneously, the recreations and like a club. തീർച്ചയായിട്ടും അതിന്റെ ഒരു കുറവ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്, വളരെ കുറവുണ്ട്. അത് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ വേണമെന്നാണ് ഇപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഒരുപാട്
മലയാളികളും ഇന്ത്യക്കാരും ഉള്ള ഒരു സ്ഥലം എന്ന നിലയിൽ റോക്ക്ലാൻഡിൽ ഒരെണ്ണം വേണം, ഇങ്ങനെ പല സ്ഥലങ്ങളില്. പക്ഷെ സംഭവം അത് ഉണ്ടാവുന്നില്ല. പക്ഷെ നാമത്തിനത് കഴിയും. തീർച്ചയായിട്ടും നാമത്തിന്റെ ആ വിഷൻ വളരെ വളരെ ശ്ലാഘനീയവും വളരെ ആവശ്യമുള്ളതുമാണ്. Not seen many people doing it, so we thought, this is something really useful to our society. അതിനെ ഒരു അർത്ഥവത്തായ ഒരു സംഘടനയാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ സിറിയക് എബ്രഹാമിന് സ്വാഗതം. അദ്ദേഹം ഈ സംഘടനയുടെ ട്രഷററാണ്. അപ്പോൾ ട്രഷററാണ് എപ്പോഴും പ്രധാനപ്പെട്ട ഒരാള്. ഞങ്ങളെയൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ട ആളാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇരട്ടി സ്വാഗതം. ഈ ട്രഷറർമാരെയല്ലേ നമ്മള് കൂടുതൽ സ്വീകരിക്കേണ്ടത്. എന്തായാലും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അങ്ങ് പോവാം. നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക്. നമ്മൾ ഒരു കോഫി ടേബിൾ ബുക്കിനെ പറ്റി പറഞ്ഞു. അതെന്താ ഉദ്ദേശിക്കുന്നത്? അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? കോഫി ടേബിൾ ബുക്ക് ഒരു പുതിയ വിഷനാണ്. 250 years അമേരിക്കയുടെ ഇൻഡിപെൻഡൻസിനെ ആസ്പദമാക്കി വിവിധ തുറകളിലുള്ള പ്രഗത്ഭരായ ആളുകളെ ഹൈലൈറ്റ് ചെയ്യുക അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഇൻ കൊമമറേഷൻ വിത്ത് 250th anniversary along with the Namam Excellence Award. അതിൽ by invitation only we call the people and we have a prescribed format to get the details. And Coffee Table book is an extraordinary edition. It's a lifelong keep ചെയ്യാനുള്ള ഒരു ബുക്കാണ്. അതിൽ ഓരോ വ്യക്തികളുടെയും 3 പേജിൽ അവരുടെ ഫുൾ ബയോഗ്രഫിയും അവരുടെ അച്ചീവ്മെൻറ്റ്സും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം തുറന്ന് കാണിക്കുന്നതും അത് ഫാമിലിക്ക് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ മറ്റുള്ളവരുടെ ഇതിനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു പബ്ലിക്കേഷനാണ്. ഇതുവരെ അങ്ങനെ ഒരു സംഘടനയും ഇറക്കിയിട്ടില്ല. അത് ഒരു മാതൃകയായിട്ട് നമ്മളത് ചെയ്യാണ്. അത് മലയാളികൾ മാത്രമായിരിക്കുമോ? ഇല്ല, എല്ലാവരും ഉണ്ട് അതിനകത്ത്. ഓക്കെ. ഈ എക്സലൻസ് അവാർഡ് ഇതുവരെ കിട്ടിയ ആളുകൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇപ്പം 9 തവണ അവരുടെ കൊടുത്ത ആളുകളൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ, പിന്നീടുള്ള പ്രവർത്തനങ്ങൾ, അതേപ്പറ്റി എന്താണ് തോന്നുന്നത്? അവർ അവാർഡ് കൊടുത്ത് ആദരിച്ചു, അവര് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പിന്നെയും തുടരുന്നു. വളരെ അക്കോംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് റീസെന്റ് പാസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ സാബു ജേക്കബ് ഈസ് വൺ ഓഫ് ദ അവാർഡീസ്. നമ്മുടെ കിറ്റക്സ്, നമ്മുടെ കോൺഗ്രസ്മാൻ ശിവകുള, ഇങ്ങനെ ഡോക്ടർ AK.B. പിള്ള. It's all prominent from the communities. Their extraordinary abilities it has been accomplished. Okay. ഈ ട്രഷറോടാണ് ഒരു ചോദ്യം. ഇതിന്റെ ഒരു സാമ്പത്തിക വശം എന്താണ്? ഈ ഓരോ സമ്മേളനം കഴിയുമ്പോഴും ഇതെങ്ങനെ നമ്മള് ബ്രേക്ക് ഈവൻ ആയിട്ട് പോകുമോ, അതോ ഇതിലൊരു ലാഭം മിച്ചം ഉണ്ടാക്കുമോ, എങ്ങനെയാ? അതോ കയ്യിൽ നിന്ന് നഷ്ടം വരുമോ? എങ്ങനെയായി ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും? യൂഷ്വലി ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. സാധാരണ ഇതൊരു ബ്രേക്ക് ഈവനായിട്ട് പോകത്തക്ക രീതിയിലാണ് ഞങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ലാഭേച്ഛ നോക്കിയുള്ള ഒരു പ്രസ്ഥാനമല്ല. ഈ
പിന്നെ ഈ ഈ കലാപരിപാടികൾ പ്രധാനമായിട്ട് നമ്മൾ ഓരോ സമ്മേളനത്തിലും കലാപരിപാടികളുണ്ട്. അപ്പൊ ആ കലാകാരന്മാരുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ് നമ്മുടെ ഈ സംഘടനയ്ക്ക്? അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ല അവരുടെ സ്ഥാപനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ സംഘടന ഇടപെടാറുണ്ടോ? ഒരു കൾച്ചറൽ പ്രോഗ്രാം എവറി ഇയർ വി ഡു ഇറ്റ്. ഓൾ ദ മ്യൂസിക്, ഡാൻസ്, ഇൻസ്ട്രുമെന്റ്സ്, എല്ലാ ഏരിയയിലുള്ള ആർട്ട് ആൻഡ് കൾച്ചറിലുള്ള ആളുകളെ വിളിച്ച് അവരുടെ തന്നെ ഒരു ആൾമോസ്റ്റ് 1 day പ്രോഗ്രാം വിത്ത് കോമ്പറ്റീറ്റീവ് മോഡിൽ നടത്തുന്നുണ്ട്. നാമം കൾച്ചറൽ പ്രോഗ്രാം. അതൊരു we have different chairs. Yes. We have a chair for cultural activities. എല്ലാ വർഷവും we do ഇദ്ദേഹം പറഞ്ഞ മാതിരി മ്യൂസിക്കൽ ഡാൻസ് ആക്ടിവിറ്റീസ് എവറി ഇയർ. ഈ ഒരു പ്രോഗ്രാമേ ഉള്ളൂ ഒരു വർഷം പ്രധാനമായിട്ട് നമ്മൾ നടത്തുന്നത്? മറ്റ് സമയങ്ങളിൽ മറ്റു കാര്യങ്ങൾ ഇല്ല. We have about almost 9 programs in a year. മറ്റു പ്രോഗ്രാം ഓണം പ്രോഗ്രാം, പിക്നിക് പ്രോഗ്രാം, outing, cultural programs and other things. Then youth related programs. Then visiting various community centers, cloth drive, food stamp. So all those blood donation. And if you go to the website, we have the different walks of activities. പുതിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. That is, I think, Ambience Green Baby, കർഷകശ്രീ. വെരി ഗുഡ്. നാമത്തിന്റെ ഒരു ഗുണവും പിന്നെ ഒരു ദോഷവുമാണ് ഇത്. അതായത് ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അമിതമായ ഒരു പബ്ലിസിറ്റി ക്രേസ് ഇല്ല. അതുകൊണ്ട് പബ്ലിസിറ്റി ക്രേസ് കുറച്ചൊക്കെ ആവശ്യവുമാണ്, എന്നാലേ ആളുകൾ അറിയുള്ളൂ. അപ്പൊ അത് 2 രീതിയിൽ പറയും. അതായത് ഏത് സംഘടന വളരണമെങ്കിലും അതിന് യൂത്തിന്റെ ഒരു വരവ് വലിയൊരു കാര്യമാണ്, ഒരു ഘടകമാണ്. അപ്പൊ അവർ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അത് നമ്മൾ അങ്ങോട്ട് വിടണം. അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ നമ്മൾ ഒരുമിച്ച് വരും. ഇപ്പോൾ കലാപരമായിട്ടായാലും സ്പോർട്സിനായാലും അവരെ നമുക്ക് രംഗത്തേക്ക് കൊണ്ടുപോകുന്ന പല നമ്മളൊരു സ്കൂൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് ചെയ്തതുകൊണ്ടോ കാര്യമില്ല. അവരെ രംഗത്തേക്ക് ഇറക്കി ഡാൻസ് മത്സരങ്ങൾ, അല്ലെങ്കിൽ സ്പോർട്സ്, ക്രിക്കറ്റ് മത്സരങ്ങൾ, വോളിബോൾ മത്സരങ്ങൾ, ഇതുപോലുള്ള മത്സരങ്ങൾ വെച്ചാൽ മാത്രമേ യൂത്ത് നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമം കൂടി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇരിപ്പുണ്ട്. പക്ഷെ അത് എത്രമാത്രം already Namam cricket is already being established. In the website, if you look at it, Namam. Then Vedic mathematics classes being initiated. These are the 2 new things it has come apart from Karshakasari. Okay. ഇവിടെ ഒരു ക്രിക്കറ്റ് ക്ലബൊക്കെ ഉണ്ടല്ലോ എഡിസണിൽ. ഈ മേഖലയിലാണ് അത് ശക്തിപ്പെട്ടിരിക്കുന്നത്. അവിടെ സംവിധാനം കളിക്കാനുള്ള ഫീൽഡും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സ്റ്റേഡിയവും കിട്ടിയിരിക്കുന്നു. ക്രിക്കറ്റ് ഓഫീഷ്യലുണ്ട്. നല്ല ടൂർണമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വലിയ ചിലവൊന്നുമില്ല, അവർ തന്നെ എല്ലാം ചെയ്തോളും. ഞാൻ പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ജേഴ്സിയിൽ നല്ല ക്രിക്കറ്റ് ടീമുകളുണ്ട്. അപ്പൊ അവര് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടതാണ്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്താൽ മാത്രം മതി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രൗണ്ട് സഹിതം മറ്റേ റെഫറി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം. ടീമിനൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, നിങ്ങൾ ഞങ്ങൾ കൂടെ നിന്നാൽ മതി എന്ന് അത് പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞതാണ്. നമുക്ക് അതിനോട് സാഹചര്യം ഒത്തു വന്നില്ല ഇതുവരെയായിട്ടും. അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി സെക്രട്ടറി ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ? വാട്ട് ഈസ് യുവർ ബാക്ക്ഗ്രൗണ്ട്? എവിടെയാ, നാട്ടിലെവിടെയാ? ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് ഒരു 20 വർഷത്തോളമായി. നാട്ടില് കോട്ടയത്തു നിന്നാണ്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു, ഇന്ത്യൻ ആർമിയിലായിരുന്നു. സോ നാട്ടിലധികം നാൾ നിന്നിട്ടില്ല. പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പം നാമത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് കണ്ടപ്പം എനിക്കതിൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് മനസ്സിലായ മിസ്റ്റർ മാധവനാരനെ വന്നിട്ട് പരിചയപ്പെട്ടതും പിന്നെ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞതും അങ്ങനെ ജോയിൻ ആയത്. So I have heard a lot about Namam, about its activities they were doing and the programs that was conducting and the initiatives for others. ബാക്കിയുള്ള മലയാളീസിന് വേണ്ടിയിട്ടും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടും.
ഇപ്പം ഇതിന്റെ ഒരു യൂത്ത് പാർട്ടിസിപ്പേഷൻ എന്താ? ഒരുപാട് ഇപ്പം എങ്ങനെയാ പിന്നെ ഓൾറെഡി നിലവിലുള്ളത്? യൂത്ത് പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ ഉള്ളത് ഈ ചാരിറ്റി പ്രൊവൈഡ് ക്ലോത്ത് കളക്ഷൻസ് അതൊക്കെ ഉണ്ട്. പിന്നെ കമ്മ്യൂണിറ്റിയിൽ വിസിറ്റിംഗ് ലൈക്ക് അസിസ്റ്റഡ് ലിവിങ് വേർ പീപ്പിൾ ആർ young children are knowing, what the elders are going through, what is the life. So we need to become a change agent for them. That is ongoing. Then the soup club and other things, where we go to the children also participate along with that. These are then we are talking about the Vedic mathematics class, and it is being contemplated now recently. Also, for instance, from old people, if they want to come and sit here, let's say one evening, we would encourage young boys or girls who can offer them a ride. So that will become an opportunity for them to interact, different generation, learn from old people. Youngsters can learn from old people, during that ride a little bit. അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് എല്ലാം ഉണ്ട്, ബട്ട് വി ഹാവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ഈ നാമം സെന്റർ ഇപ്പൊ അത് ഒരെണ്ണം സ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട് എങ്ങനെ അതിന്റെ പിന്നെ ബാബുനാഥ് തന്നെ അങ്ങ് ചെയ്ത് കളയാമെന്ന് ഇല്ല. Now this is the beginning. It's as good as it is a miniature vision of what is going to happen. So people can have the feelings and other things. Money making should not be a problem. Even the Namam activities and every time end up with a deficit. Never made any profit so far in any programs. So we are somehow managing it from. I have a MBN foundation. So we get some money from that to match this one. So this is the first time as we said, 16th year, the Young Dynamic Year. We want to take this Excellence Award into a profit-making proposition. So we are taking a special initiative to get the sponsorship, to bring attractive programs, and making a envy item people to come in. ഈ MBN ഫൗണ്ടേഷനെ പറ്റി അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രൊമോട്ടിംഗ് സ്കിൽ ആൻഡ് പ്രിവെന്റിംഗ് ക്യാൻസർ, അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള. എന്തൊക്കെയാണ് ചെയ്യുന്നത് അതില്? പ്രൊമോട്ടിംഗ് സ്കില്ല് നമ്മൾ ഈവൻ ഇൻക്ലൂഡിങ് ദ എക്സലൻസ് നൈറ്റ് അവാർഡ് promotion is powered by MBN Foundation. അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ the motivation, education, and also to generate an urge to rise up to the such leadership through the children. So it becomes truly an added advantage for the youngsters, the students, and even the young youth entrepreneurs also. So I strongly believe that such association will make a big change in the thought process. Okay, cancer സംബന്ധിച്ച് that's only cancer awareness. Awareness. So associating with the hospitals or the Red Cross, so we make it so that the prevention is better than cure. That's the concept. ഓക്കെ. ഈ നാമവും മറ്റ് സംഘടനകളുമായിട്ടുള്ള ബന്ധം എന്താണ്? മറ്റ് പ്രാദേശിക സംഘടനകളും മറ്റ് ദേശീയ സംഘടനകളും നാമം? അതെ, ഫൊക്കാന പ്രസിഡന്റ് ആയത് തന്നെ നാമത്തിൽ കൂടെയാണ്. ഇപ്പം നാമം പ്ലേസ് എ വെരി വൈറ്റൽ റോൾ. എനിക്ക് ഫൊക്കാന പ്രസിഡന്റ് ആവാൻ നാമം ഒരു കാറ്റലിസ്റ്റ് ഏജന്റായി. മാത്രമല്ല അത് ഈ അസോസിയേഷനായ ഫൊക്കാന പോയത് കൊണ്ട് ഒരുപാട് എക്സ്പോഷേഴ്സ് മറ്റ് അസോസിയേഷൻസിൽ
ഉള്ള പ്രസിഡന്റും മറ്റു ഭാരവാഹികളുമായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ് നാമത്തിനും കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. വളരെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് ടു ആഡ് ടു വാട്ട് മിസ്റ്റർ എം പി നായർ said. I think അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, like people who are associated with different organizations are also very much part of NAMO. And this year only I got the most good team to work with, like President Pradeep Menon is a right, we can say left and right man, and he's really giving a drive to my vision and action, and he's doing a job, as well as secretary and treasurer too. ഞാൻ പറഞ്ഞത് ഒരു നല്ലൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടെങ്കിൽ എക്സിക്യൂഷൻ വിൽ ബി വെരി ഈസി. ആൻഡ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദെയർ ആഫ്റ്റർ ഇറ്റ് ബിക്കംസ് കണ്ടിന്യൂയിങ് പാറ്റേൺ. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കിയത് നല്ലതായിരുന്നു, ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ അതൊരു നഷ്ടമാകുമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? Definitely. It's really an asset to the community at large. There's no doubt about it. അത് പിന്നെ വരും തലമുറകളിലേക്കൊക്കെ നമ്മുടെ കാലത്തിന് ശേഷവും ഇതെങ്ങനെയാണ് തുടർന്നു പോവുക? അതിനാണ് so patrons we have created patrons. So we like to have more patrons who contribute to this one to go to the Namam foundation money for the building or anything to asset to acquire and other things. And we need to have strong people, even apart from or more than numbers. Palati പറഞ്ഞ പോലെ I mean, apart from patrons, we should also develop youth. യൂത്തിന്റെ പ്രശ്നം അതാണ്. നമ്മുടെ എയിം എന്ന് പറയുന്നത് യൂത്ത് ആണല്ലോ. യൂത്ത് ഇല്ലാതെ നമുക്ക് പിടിച്ച ഒരു സംഘടന ഇങ്ങനെയുള്ള സംഘടനയെ പ്രത്യേകിച്ച് അവർക്ക് വരാവുന്നേ ഉള്ളൂ. കാരണം നോൺ പൊളിറ്റിക്കൽ, നോൺ റിലീജിയസ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവും ഇല്ലാത്തൊരു സംഘടന. Purpose for them to come and be part of. അല്ല, അതിനെ ഇപ്പൊ എല്ലാ അസോസിയേഷൻസും ചെയ്യുന്നുണ്ട്. ഒരു കോൺസെൻട്രേറ്റഡ്, കൺസിസ്റ്റഡ് ആൻഡ് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് എ സെന്റർ. Like a temple is doing it because അവർക്കൊരു പെർമനന്റ് പ്ലേസ് ഉണ്ട്. Church is doing because there is a permanent place in the downland. മറ്റുള്ള ഓർഗനൈസേഷൻ യു നീഡ് ടു ഹാവ് എ പെർമനന്റ് പ്ലേസ്. അവർക്ക് സ്ഥിരമായിട്ട് വന്ന് പഠിക്കാനും പഠിക്കാം. സോ ദ ബാക്ക് ബോർഡ് ബാക്ക് ഹിയർ is exclusively for that purpose. ഈ സംഘടനയിലെ ഭാരവാഹികളുടെ കാലാവധി 2 വർഷമാണ്. അവർക്ക് വീണ്ടും തിരിച്ചു വരാമോ? അപ്പം പ്രദീപ് മേനോന്റെ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രവർത്തനം ഈ വർഷം കൊണ്ട് തീരുമോ? 2025-2027. ഓക്കെ. പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, എന്തൊക്കെ ഇനി അടുത്ത ടീമിലേക്ക് ഇന്നതൊക്കെ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പറയാനുള്ളത്? Definitely, I'm so very happy. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി it's been active 6-7 years with Namam. അപ്പം ഇതിനകത്ത് we have done many programs apart from the regular programs of Namam. Regular programs of Namam എന്ന് പറയുമ്പോൾ we do Onam, we do cultural activities, we do Christmas holiday party. Besides that, we do all these food stamp, cloth drive, blood donation. So all those regular activities during our tenure with Mr. Sirik Abraham, Bindu Satya, of course with the leadership of MBN, and we have another set of 15 people as executive committee. Well, with all of them, we have actually accomplished a lot apart from the regular programs that we do. For the vision for the future is we will encourage more youth participation. And then we will find out, some meaningful purpose for them to be part of Namam, and then how, they can also become a future generation of, one young wing of Namam. But other discussions, we are
doing it. If to answer your question, എന്താണ് പാസ് ഓൺ ചെയ്യാനുള്ളത് to the next leadership, I think this will be one of the focus points that we would have to pass it on to them. ഓക്കെ, എന്തായാലും നാമത്തിന്റെ ഭാരവാഹികൾ നാമത്തെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് തരികയുണ്ടായി. തീർച്ചയായിട്ടും അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇത് വേറിട്ട ഒരു സംഘടനയാണ്. അതാണ് അതിന്റെ ഒരു വലിയ പോയിന്റായിട്ട്, ഒരു ടോക്കിംഗ് പോയിന്റായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് നിശബ്ദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ബഹളങ്ങളോ ഒച്ചപ്പാടോ പബ്ലിസിറ്റി സ്റ്റണ്ടോ ഒന്നുമില്ല. അത് നമ്മുടെ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എന്ന് മാത്രമല്ല, അവർക്കൊരു വലിയ വിഷനുണ്ട്. ഒരു നാമം സെന്റർ ഉണ്ടാക്കണം. ആ സെന്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മുതിർന്നവർക്കൊക്കെ വന്നിരിക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് അങ്ങനെ ഒരു വിഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ സംഘടനകളിൽ പലതിനും അതില്ല, ഒരു ആസ്ഥാനം പോലും ഇല്ല. അപ്പൊ ആ സമയത്താണ് ഇങ്ങനൊരു താല്പര്യം കാണിക്കുന്നത്. അപ്പൊ ആ സെന്റർ ഉണ്ടാവാനായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു പരിശ്രമം, ഒരു സഹായം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടുതൽ ഗുണപ്രദമാകും. നമ്മുടെ സമൂഹം തന്നെ അടുത്ത തലത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതിനുള്ള ഈ ശ്രമം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഈ സമ്മേളനം വൻ വിജയമാകട്ടെ. ഞങ്ങളുമൊക്കെ അന്ന് ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു. Thank you so very much.